എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്. ഒരു 6 ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇവിടെ നമുക്കൊരു 4 ചാപ്റ്റർ ഉണ്ട്. അപ്പം 4 ചാപ്റ്റർ ഉള്ളതുകൊണ്ട് 8 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഒരു ചാപ്റ്ററിൽ നിന്ന് 2 എണ്ണം. ആ 2 എണ്ണം മസ്റ്റായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള 2 എണ്ണം. അങ്ങനെ 6 ചാപ്റ്ററിലും കൂടെ 4 ചാപ്റ്ററും കൂടെ ചേർത്ത് 8 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് നോക്കാം നമുക്ക്. അപ്പോൾ ഓർഗാനിക് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓർഗാനിക് ആണ് നമുക്കിനി പറയാനുള്ളത്. അതിൽ ഒന്നാമത്തത് ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻസും ആണ്. ഓക്കെ, രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് ഹാലോ ആൽക്കീൻസും ഹാലോ അറീൻസും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ആണ്. ഓക്കെ, ആൽഡിഹൈഡ്സ് അത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. മൂന്നാമത്തത് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് ആണ്. നാലാമത്തത് അമീൻസ് ആണ്. 4 ചാപ്റ്റർ, 2 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് വെച്ച് ഹാലോ ആൽക്കീൻസ്, ഹാലോ അറീൻസിൻ്റെ 2 എണ്ണം, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൻ്റെ 2 എണ്ണം, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സിൻ്റെ 2 എണ്ണം, അമീൻസിൻ്റെ 2 എണ്ണം നോക്കാം. ആദ്യം ഹാലോ ആൽക്കെയിൻസും ഹാലോ അറീൻസും. ഹാലോ ആൽക്കെയിൻസിലും ഹാലോ അറീൻസിലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ട ഒന്നാമത്തെ കേസ് SN1 ആൻഡ് SN2 റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 100% ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് SN1 ഉം SN2. ഇനി അതിനുശേഷം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നെയിംഡ് റിയാക്ഷനാണ്. 100% ആൻഡ് ഷുവറാണ് നെയിംഡ് റിയാക്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ നെയിംഡ് റിയാക്ഷനും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം എന്താ പറയുമ്പോൾ ഈ നെയിംഡ് റിയാക്ഷൻ വെച്ചിട്ടേ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും കൂടുതലും. അപ്പം ഹാലോ ആൽക്കീൻസിലും ഹാലോ അറീൻസിലും ഒന്നാമത് പഠിക്കേണ്ടത് SN1 SN2 ആണ്. രണ്ടാമത് പഠിക്കേണ്ടത് നെയിംഡ് റിയാക്ഷൻ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. നെയിംഡ് റിയാക്ഷൻ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നമുക്ക് പറയാനില്ല. നെയിംഡ് റിയാക്ഷൻ പഠിക്കുക, പോവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അമീൻസിൻ്റെ കേസാണ് പറയുന്നത്. അമീൻസിൻ്റെ കേസിലാണെങ്കിൽ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഓൾമോസ്റ്റ് എല്ലാ കേസിലും ചോദിക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കേസിലും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അമീൻസിൻ്റെ സപ്രഷൻ അല്ലെങ്കിൽ അമീൻസ്, പ്രൈമറി അമീൻസ്, സെക്കൻഡറി അമീൻസ്, ടെറിഷറി അമീൻസ് ഡിറ്റക്ട് ചെയ്യില്ലേ, ആ ഡിറ്റക്ഷനും കൂടെ പഠിച്ചിട്ട് പോവാം. എങ്ങനെ പ്രൈമറി അമീൻസ്, സെക്കൻഡറി അമീൻസ്, ടെറിഷറി അമീൻസ് ഡിറ്റക്ട് ചെയ്യാം. ഹിൻസൻബർഗ് ടെസ്റ്റും പിന്നെ അതേ കണക്ക് തന്നെ കാർബൈലമീൻ ടെസ്റ്റും ഉണ്ട്. 2 ടെസ്റ്റ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് പഠിച്ചു വെച്ചേക്കുക. ദെൻ അമീൻസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ടെക്നിക്സ് പഠിച്ചു വെച്ചേക്കുക. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്. ഇവിടെ ഞാൻ ഒരു നെയിംഡ് റിയാക്ഷനെ പറഞ്ഞിട്ടുള്ളൂ, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. അതിനോടൊപ്പം തന്നെ അമീൻസിൻ്റെ ബേസിസിറ്റി. അമീൻസിൽ മറ്റേ ഏറ്റവും ബേസിസിറ്റി കുറവ് അൻലീനാണ്. അതിനെക്കാട്ടും കൂടുതലാണ് അമോണിയയ്ക്ക്, അതിനെക്കാട്ടും കൂടുതലാണ് ടെറിഷറിക്ക്, അതിനെക്കാട്ടും കൂടുതലാണ് പ്രൈമറി, അതിനെക്കാട്ടും കൂടുതലാണ് സെക്കൻഡറി. ആ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കും. ഓക്കെ, ആ 2 കാര്യങ്ങൾ മതി അമീൻസിനകത്ത്. വേറെ ഒന്നും അമീൻസിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ വേണ്ടത് ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോൾസിൽ നിങ്ങൾ ലൂക്കാസ് ടെസ്റ്റ് പഠിക്കണം. ലൂക്കാസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൂക്കാസ് ടെസ്റ്റ് മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം ലൂക്കാസ് ടെസ്റ്റ് ഒരുപാട് വട്ടം നമുക്ക് എക്സാമിന് ചോദിച്ചൊരു ടോപ്പിക്കാണ്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോക്കിയിട്ട് പോവുക. ആരുടെയാ? ആൽക്കഹോൾസിൻ്റെ കേസിൽ ലൂക്കാസ് ടെസ്റ്റ് നോക്കുക, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിലാണെങ്കിൽ നെയിംഡ് റിയാക്ഷൻസ് 100% ഷുവറാണ്. നെയിംഡ് റിയാക്ഷൻ ഓൾമോസ്റ്റ് എല്ലാം നോക്കിയിട്ട് പോവാം. ഒരെണ്ണം പോലും നെയിംഡ് റിയാക്ഷൻസ് വിടരുത്. നെയിംഡ് റിയാക്ഷൻസ് ഓൾമോസ്റ്റ് ഉള്ള എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. നെയിംഡ് റിയാക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന റിയേജൻ്റ് ആയിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നെയിംഡ് റിയാക്ഷൻ ഉറപ്പാണ്, ഷുവറാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കണം. ആൽഡിഹൈഡ്സിൻ്റെ കേസിൽ നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ അതത്ര വലിയ കാര്യമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാറില്ല ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. പക്ഷേ നെയിംഡ് റിയാക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, റെയ്മർ തേയ്മാൻ, അത് ആ റിയാക്ഷൻസ്, പിന്നെ അതിനൊക്കെ തന്നെ കോപ്സ് റിയാക്ഷൻ, ഇതെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. അതിനോടൊപ്പം തന്നെ ആൽഡിഹൈഡിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ ആൽഡിഹൈഡിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഡിറ്റക്ഷൻ ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ടോളറൻസ് ടെസ്റ്റ്, ബെനഡിക്ട് ടെസ്റ്റ്, ഫെയിലിംഗ് ടെസ്റ്റ്. അപ്പോൾ അതും കൂടെ നോക്കി വെച്ചേക്കാം. ടോളറൻസ് ടെസ്റ്റ് അല്ലേ, ഫെയിലിംഗ് ടെസ്റ്റ്, ബെനഡിക്ട് ടെസ്റ്റ് നമുക്ക് പഠിക്കാനില്ല, ടെസ്റ്റും കൂടെ നോക്കി വെച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ 8 സ്റ്റാർഡ് ടോപ്പിക്സ് ആണ് ആൽഡിഹൈഡ്സിലും ഹാലോ അറീൻസിലും SN1 SN2 നെയിംഡ് റിയാക്ഷൻസ്.
ആൽഡിഹൈഡ്സിൽ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് റെയ്മർ തേയ്മാൻ പിന്നെ കോപ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡിഹൈഡ്സിൽ ടോളറൻസ് ടെസ്റ്റ്, ഫെയിലിംഗ് ടെസ്റ്റ്. ആൽക്കഹോൾസിൽ ദെൻ ലൂക്കാസ് ടെസ്റ്റ് ഉണ്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് ഫീനോൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അമീൻസിൽ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, അമീൻസിന്റെ ബേസിസിറ്റി, ദെൻ അമീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹിൻസൻബർഗ് ടെസ്റ്റും കാർബൈലമീൻ ടെസ്റ്റും. ഇത്രയും 8 ടോപ്പിക്കാണ്. ഇത് മോസ്റ്റ് സ്റ്റാർഡ് ആണ്. ഇത് മാത്രം പഠിച്ചിട്ട് പോകണമെന്നല്ല അർത്ഥം. ഇത് ചോദിക്കാൻ ചാൻസ് 100% ഉള്ള ടോപ്പിക്കാണ്. അതാണ് ഈ മീനിങ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. ഈ 8 ടോപ്പിക്ക് ഇതിനകത്ത് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാനായിട്ട്. ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും.